പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾക്കു മുന്നിൽ പ്രണാമം. ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളാൽ വിരചിതമായ തേവാരപ്പതികങ്ങൾ എന്ന കൃതിയുടെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. കൃതിയിലേക്ക് നേരിട്ട് കടക്കുന്നതിന് മുമ്പായി ആമുഖമായി ചില കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. ശ്രീനാരായണ ഗുരുദേവൻ പ്രാചീന തമിഴ് ഭാഷയിൽ രചന നിർവഹിച്ചിട്ടുള്ളതും ദാർശനിക നിലവാരമുള്ളതുമായ ഒരു ശിവസ്തോത്രകൃതിയാണ് തേവാരപ്പതികങ്ങൾ. തേവാരം എന്ന പദത്തിൻ്റെ വാഗർത്ഥം ജപധ്യാനം എന്നാണ്. സത്യസാക്ഷാത്കാര സാധനകളിൽ പ്രചാരമുള്ള സാധനാക്രമങ്ങളിൽ ഒന്നാണ് ജപധ്യാനം. 10 പാടലുകൾ അഥവാ സ്തോത്രങ്ങളടങ്ങുന്ന കൃതി എന്നാണ് പതികം എന്ന പദത്തിൻ്റെ വാഗർത്ഥം. 5 പതികങ്ങളാണ് ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളാൽ വിരചിതമായ തേവാരപ്പതികങ്ങൾ എന്ന കൃതിയിലുള്ളത്. ഗുരുദേവൻ അവധൂത ജീവിതം നയിച്ചിരുന്ന കാലത്ത് രചിക്കപ്പെട്ട കൃതിയാണിത്. മലയാളത്തിലും സംസ്കൃതത്തിലും പ്രാവീണ്യം നേടിയിരുന്ന ഗുരുദേവൻ തമിഴിനെയും ഉള്ളംകൈയിലെ നെല്ലിക്ക പോലെ വശപ്പെടുത്തിയിരുന്നു. തിരുജ്ഞാന സംബന്ധർ, സുന്ദരർ, അപ്പർ തുടങ്ങിയ പ്രാചീന തമിഴ് സ്തോത്രകാരന്മാരുടെ തേവാരങ്ങളോട് കിടപിടിക്കുന്ന തേവാരങ്ങളാണ് ഗുരുകൃതമായ തേവാരപ്പതികങ്ങൾ. ശ്രീനാരായണ ഗുരുദേവൻ സംസ്കൃതത്തിൽ രചിച്ചിട്ടുള്ള കൃതികളിൽ ആധുനിക സംസ്കൃത പദങ്ങളാണ് കൂടുതലും പ്രയോഗിച്ചിട്ടുള്ളത്. എന്നാൽ തമിഴ് കൃതികളിൽ പ്രാചീന തമിഴാണ് ഗുരു പ്രയോഗിച്ചു കാണുന്നത്. ദ്രാവിഡ വേദമായ തിരുക്കുറലിലെയും തേവാരപ്പതികങ്ങളിലെയും അറിവ് സ്വായത്തമാക്കുന്നതിലൂടെ ഭാരതീയ ദർശനങ്ങളെ ശരിയായി മനസ്സിലാക്കാൻ സഹായിക്കും എന്ന ബോധ്യമായിരിക്കാം പ്രാചീന തമിഴിൽ ഗ്രന്ഥരചന നടത്താൻ ശ്രീനാരായണ ഗുരുവിനെ പ്രേരിപ്പിച്ചത്. തൃത്വത്തിലെ ഏകത്വവും നാനാത്വത്തിലെ ഏകത്വവും ഉദ്ഘോഷിക്കുന്ന വൈജ്ഞാനിക സമ്പത്താണ് ഭാരതീയ സംസ്കൃതിയെ അനന്യമാക്കി തീർക്കുന്നത്. സംസ്കൃത വേദസാഹിത്യത്തിലും ദ്രാവിഡ വേദസാഹിത്യത്തിലുമായി വ്യാപിച്ചു കിടക്കുന്ന ഈ വൈജ്ഞാനിക സമ്പത്തിനെ ക്രോഡീകരിച്ച് സമന്വയിപ്പിക്കുന്ന മഹദൗത്യമാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതികളിൽ നിർവഹിക്കപ്പെട്ടിരിക്കുന്നത്. തേവാരപ്പതികങ്ങൾ എന്ന കൃതിയിൽ 5 പതികങ്ങൾ അഥവാ ദശകങ്ങളാണുള്ളതെന്ന് പറഞ്ഞുവല്ലോ. ഇതിലെ ഒന്നാമത്തെ പതികത്തിന് നൈനാർ പതികം എന്ന ഉപശീർഷകം നൽകിയിട്ടുണ്ട്. നെയ്യാറ്റിൻകരയ്ക്ക് അടുത്തുള്ള അരുമാനൂർ എന്ന ദേശത്ത് സ്ഥിതി ചെയ്യുന്ന ശ്രീ നൈനാർ കോവിലിലെ ആരാധനാമൂർത്തിയെ സ്തുതിച്ചുകൊണ്ടുള്ള സ്തോത്രങ്ങളായതുകൊണ്ടാണ് ഈ ഉപശീർഷകം നൽകപ്പെട്ടിരിക്കുന്നത്. മറ്റ് 4 പതികങ്ങൾക്കും ഉപശീർഷകങ്ങൾ നൽകിയിട്ടില്ല. അവയുടെ രചന എപ്പോൾ എവിടെ വെച്ച് നടന്നു എന്ന കാര്യത്തെപ്പറ്റിയും നിശ്ചയമില്ല. ഗുരുകൃതമായ തേവാരപ്പതികങ്ങൾ പ്രാചീന തമിഴിൽ രചിക്കപ്പെട്ടിരിക്കുന്നതിനാൽ ഈ കൃതിയുടെ ആലാപനവും വ്യാഖ്യാനവും ശ്രദ്ധാപൂർവം നിർവഹിക്കേണ്ടതാണ്. ജപധ്യാനമന്ത്രങ്ങളുടെ നിലവാരമുള്ളവയാണ് ഈ കൃതിയിലെ ഓരോ ശ്ലോകവും. ഭക്തി നിർഭരമായി ആലപിക്കുവാൻ യോഗ്യമായ രീതിയിലാണ് ഗുരു ഈ കൃതി ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. തേവാരങ്ങളെ അടുത്തറിയുന്നതിനും തമിഴ് വേദഭാഷ പരിചയിക്കുന്നതിനും ഈ കൃതിയുടെ പഠനം സഹായകമാണ്. ഇത്രയും കാര്യങ്ങൾ ആമുഖമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ ഗുരുദേവകൃതമായ തേവാരപ്പതികങ്ങളുടെ വിശദമായ പഠനത്തിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ കൃതിയെപ്പറ്റി ആമുഖം എന്ന രീതിയിൽ
വിശദീകരിക്കാനായിട്ടുള്ളത്. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഗുരുധർമ്മം ജയിക്കട്ടെ.